ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, നമ്മളുടെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് ഒരിക്കൽ കൂടി സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ സംവരണേതര വിഭാഗങ്ങളായ സീറോ മലബാർ ക്രിസ്ത്യാനികൾ അടങ്ങുന്ന മുന്നാക്ക സമുദായം എന്നറിയപ്പെടുന്ന ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങളിലെ ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഈ കഴിഞ്ഞ കാലങ്ങളിൽ സംവരണത്തിൻ്റെ സാധ്യതകൾ ഇല്ലാതിരുന്നു എന്നുള്ളതുകൊണ്ട് സർക്കാർ ജോലി മേഖലയിലും അതുപോലെ സർക്കാരിൻ്റെ കീഴിൽ വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രവേശിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതിനൊരു മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളത് ഇന്നും നമ്മളുടെ ഇടയിലെ ആളുകൾക്ക് കൃത്യമായിട്ട് ബോധ്യമാകാത്ത ഒരു കാര്യമാണ്. നമുക്ക് സംവരണമുണ്ടോ എന്ന ചോദ്യവുമായിട്ട് ഇന്നും പലരും ഈ നാട്ടിലൂടെ നടക്കുന്നുണ്ട്. നമുക്ക് സംവരണമുണ്ടോ എന്ന ചോദ്യവുമായി പലരും സമീപിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് ഇന്നൊരു സംവരണമുണ്ട്. അതാണ് എക്കണോമിക്കലി വീക്കർ സെഷൻസ് റിസർവേഷൻ എന്ന EWS സംവരണം. 2019 103 ഭരണഘടനാ ഭേദഗതിയിലൂടെ കഴിഞ്ഞ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു ഭരണഘടനാ ഭേദഗതിയാണ് എക്കണോമിക്കലി വീക്കർ സെഷൻസ് റിസർവേഷൻ എന്ന ഈ സംവരണം. ഈ സംവരണത്തിലൂടെ സംവരണ ഇതര വിഭാഗങ്ങളിൽ സാമ്പത്തിക പിന്നോക്കാവസ്ഥ നേരിടുന്നവർക്ക് സർക്കാർ ജോലി മേഖലകളിലും അതോടൊപ്പം സർക്കാരിൻ്റെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സഹകരണ മേഖലകളിലും 10% സംവരണം ലഭിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് ഒരു സാമ്പത്തിക സംവരണമാണ്, ജാതി സംവരണമല്ല. അതുകൊണ്ട് തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, OBC സംവരണം ലഭിക്കാത്ത, മറ്റ് ഇതര ജാതി സംവരണങ്ങളിൽ ലഭിക്കാത്ത എല്ലാവർക്കും ഈ സംവരണത്തിനുള്ള അർഹതയുണ്ട്. എന്താണ് മാനദണ്ഡം? അവരുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയാണ് അതിൻ്റെ മാനദണ്ഡം എന്നുള്ളതാണ്. ഈ സംവരണം 2 രീതിയിലാണ് നമുക്ക് ലഭിക്കുക. ഒന്ന്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജോലി വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ടുള്ള എക്കണോമിക്കലി വീക്കർ സെഷൻസ് റിസർവേഷൻ അഥവാ EWS സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്നുള്ളതാണ്. രണ്ടാമതൊന്ന്, സംസ്ഥാന സർക്കാരിന് കീഴിൽ വരുന്ന വിദ്യാഭ്യാസ ജോലി ആവശ്യങ്ങൾക്കായിട്ടുള്ള EWS സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്നുള്ളതാണ്. ആദ്യം നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യങ്ങൾക്കുള്ള EWS സർട്ടിഫിക്കറ്റിൻ്റെ പ്രത്യേകതകൾ, അതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുക എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം, അതിൻ്റെ മാനദണ്ഡത്തിൽ കുടുംബത്തെ എപ്രകാരമാണ് നിർവചിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കുടുംബം എന്നാൽ അപേക്ഷിക്കുന്ന വ്യക്തി, വ്യക്തിയുടെ മാതാപിതാക്കൾ, ജീവിത പങ്കാളി, 18 വയസ്സിന് താഴെയുള്ള സഹോദരങ്ങൾ, മക്കൾ എന്നിവരെയാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കുടുംബത്തിൽ വല്യപ്പനും വല്യമ്മയും, അതല്ലെങ്കിൽ അപ്പൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ സഹോദരങ്ങൾ, അതല്ലെങ്കിൽ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥ, ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു കുടുംബമാണ് എങ്കിലും ഈ സംവരണത്തിൻ്റെ മാനദണ്ഡ പ്രകാരം കുടുംബത്തെ നിർവചിച്ചിരിക്കുന്നത് അപേക്ഷിക്കുന്ന വ്യക്തി, വ്യക്തിയുടെ മാതാപിതാക്കൾ, ജീവിത പങ്കാളി, 18 വയസ്സിന് താഴെയുള്ള സഹോദരങ്ങൾ, മക്കൾ എന്ന നിലയിലാണ്. അതുകൊണ്ട് കുടുംബം, ആ കുടുംബത്തിൻ്റെ വരുമാനം, ആ കുടുംബത്തിനുള്ള സ്വത്തുക്കൾ, ഇത് കണക്കാക്കുമ്പോൾ മേൽപ്പറഞ്ഞ ഘടകങ്ങൾ മാത്രമാണ് പരിഗണിക്കപ്പെടുക. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഒരിക്കൽ കൂടി വിശദീകരിച്ച് പറഞ്ഞത്. അപ്പോൾ കുടുംബത്തിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ EWSൻ്റെ മാനദണ്ഡത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, കുടുംബത്തിൻ്റെ ആകെ വാർഷിക വരുമാനം 4 ലക്ഷം രൂപയിൽ കൂടരുത് എന്നുള്ളതാണ്. അങ്ങനെ വാർഷിക വരുമാനം കണക്കാക്കുന്നത് തൊട്ട് തലേ സാമ്പത്തിക വർഷത്തെ വാർഷിക വരുമാനമാണ്. അതാണ് ആദ്യത്തെ മാനദണ്ഡം. രണ്ടാമത്തെ മാനദണ്ഡം, പഞ്ചായത്ത് പ്രദേശങ്ങളിലാണ് എങ്കിൽ കുടുംബത്തിൻ്റെ ആകെ ഭൂസ്വത്ത് 2.5 ഏക്കറിൽ കൂടരുത് എന്നുള്ളതാണ്. അപ്പോൾ ഈ 2.5 ഏക്കറിൽ കൂടുതൽ ഭൂസ്വത്തില്ലാത്ത, 4 ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വരുമാനമില്ലാത്ത സീറോ മലബാർ ക്രൈസ്തവ സമുദായ അംഗങ്ങൾക്ക് സർക്കാർ ജോലി മേഖലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 10% സംവരണമുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇതോട് ചേർത്ത് മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ പ്രദേശങ്ങളിലുള്ള മാനദണ്ഡം എന്താണ്? മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ പ്രദേശങ്ങളിലാണെങ്കിൽ പരമാവധി ഹൗസ് പ്ലോട്ട് 20 സെൻറ്റും
പരമാവധി അവർക്ക് കയ്യിലുണ്ടാകാനുള്ള സ്ഥലപരിമിതി 75 സെൻറ്റുമാണ്. അത് കോർപ്പറേഷൻ പ്രദേശത്തേക്ക് വരുമ്പോൾ 15 സെൻറ്റിൽ കൂടാത്ത ഹൗസ് പ്ലോട്ടും 50 സെൻറ്റിൽ കൂടാത്ത സ്ഥലം ആണ് ഉദ്ദേശിക്കുക. അതോടൊപ്പം ഒരു മാനദണ്ഡവും കൂടിയുണ്ട്. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, വില്ലേജ് പ്രദേശങ്ങളിൽ ആകെ 2.5 ഏക്കറിൽ കൂടുതൽ സ്ഥലമുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് മാനദണ്ഡം. ഈ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്ന ഈ മാനദണ്ഡങ്ങൾക്ക് കീഴിൽ വരുന്ന എല്ലാവർക്കും ഈ സംവരണത്തിനുള്ള അർഹതയുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. എവിടെയാണ് ഈ സംവരണത്തിന് അപേക്ഷ സമർപ്പിക്കേണ്ടത്? അതത് വില്ലേജ് ഓഫീസുകളിലാണ്. ഈ സർട്ടിഫിക്കറ്റ്, ഈ EWS സംവരണം നമുക്ക് സർട്ടിഫിക്കറ്റായിട്ട് എഴുതി തരേണ്ടത് വില്ലേജ് ഓഫീസറാണ്. അതിനെന്ത് ചെയ്യണം? വില്ലേജ് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മളുടെ ജാതി തെളിയിക്കുന്ന രേഖ. അതായത് അപേക്ഷിക്കുന്ന വ്യക്തി, ആ വ്യക്തിയുടെ SSLC ബുക്കിൻ്റെ കോപ്പി, അതിൽ മതവും ജാതിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അത് ജാതി തെളിയിക്കുന്ന ഒരു രേഖയായിട്ട് മാറും. അതോടൊപ്പം പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ജാതി തെളിയിക്കുന്ന രേഖ അതിൻ്റെ ഒരു തെളിവായിട്ട് നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. പിതാവിനോ മാതാവിനോ ജാതി തെളിയിക്കുന്ന രേഖയായിട്ട് SSLC ബുക്ക് ഇല്ല എങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് ഹാജരാക്കിയും നമുക്ക് നമ്മളുടെ ജാതി തെളിയിക്കാവുന്നതാണ്. അത് പ്രധാനമായിട്ടുള്ളൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ നികുതി രസീതിൻ്റെ കോപ്പി, തലേ സാമ്പത്തിക വർഷത്തിലെ കരമടച്ചതിൻ്റെ രസീതിൻ്റെ കോപ്പിയും ആ കൂടെ ഹാജരാക്കുക. അതോടൊപ്പം ഒരു 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ കാർഡിൻ്റെ കോപ്പി, ഇത്രയും അടിസ്ഥാന രേഖകൾ നമുക്കുണ്ട് എങ്കിൽ നമുക്ക് EWS സർട്ടിഫിക്കറ്റിന് അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കാൻ വില്ലേജ് ഓഫീസിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പോൾ അപേക്ഷിക്കുവാനായിട്ടുള്ള EWS സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോർമാറ്റ്, അതോടൊപ്പം തന്നെ ഒരു അഫിഡവിറ്റ്, സത്യവാങ്മൂലവും അതിൻ്റെ ഒരു ഫോർമാറ്റ് നമുക്കവർ തരും. അത് കൃത്യമായിട്ട് പൂരിപ്പിച്ച് അപേക്ഷയായിട്ട് വില്ലേജ് ഓഫീസിൽ നൽകേണ്ടതാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന സർക്കാരിൻ്റെ EWS സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നതിന് നിലവിൽ 4 തരത്തിലുള്ള EWS സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് ഉണ്ട്. ആ 4 തരത്തിലുള്ള EWS സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തേത് APL വിഭാഗങ്ങളിൽ വിദ്യാഭ്യാസ ആവശ്യത്തിനായിട്ട് ഒരു പ്രത്യേക സർട്ടിഫിക്കറ്റാണ്. 2 APL വിഭാഗത്തിൽ ഗവൺമെൻറ് ജോലിക്കായി മറ്റൊരു സർട്ടിഫിക്കറ്റാണ്. മൂന്നാമത് BPL വിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസ ആവശ്യത്തിനായിട്ട് ഒരു സർട്ടിഫിക്കറ്റ്, BPL വിഭാഗത്തിന് സർക്കാർ ജോലി ആവശ്യത്തിനായി മറ്റൊരു സർട്ടിഫിക്കറ്റ്. അങ്ങനെ 4 സർട്ടിഫിക്കറ്റുകൾ ആണ്, സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റാണുള്ളത്. നമ്മളുടെ ആവശ്യം ഏതാണെന്ന് കൃത്യമായിട്ട് നോക്കി അതിനനുസരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് വില്ലേജ് ഓഫീസിൽ നിന്ന് നമ്മൾ മേടിക്കേണ്ടത്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടത്, സംസ്ഥാന സർക്കാരിൻ്റെ EWS സർട്ടിഫിക്കറ്റ് വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന ഒരു വിഭാഗമാണ് BPL റേഷൻ കാർഡുള്ളവർ. അന്ത്യോദയ അന്നയോജന വിഭാഗക്കാർക്ക് ഈ പറഞ്ഞ ഒരു മാനദണ്ഡവും പരിഗണിക്കാതെ EWS സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. ഇത്രയും കാര്യമാണ് സംസ്ഥാന സർക്കാരിൻ്റെ EWS സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ടതായിട്ടുള്ള മാനദണ്ഡങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും. നമുക്കിന്ന് സർക്കാർ ജോലി മേഖലയിലും ഗവൺമെൻറ് കോളേജുകളിലും 10% സംവരണം 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ലഭിക്കുമ്പോൾ അതിൻ്റെ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തി നമ്മളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യപ്രകാരമുള്ള EWS സംവരണം നമുക്കെങ്ങനെയാണ് ലഭ്യമാകുക? അതിൻ്റെ ഇഷ്യൂയിങ് ഓഫീസർ, ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് നൽകേണ്ടത് താലൂക്കിൽ നിന്ന് തഹസിൽദാറാണ്. സംസ്ഥാന ആവശ്യത്തിനുള്ള EWS സർട്ടിഫിക്കറ്റിന് നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നത് പോലെ വില്ലേജ് ഓഫീസിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നമ്മുടെ അപേക്ഷ വില്ലേജ് ഓഫീസർ സ്വീകരിക്കുകയും അതിന്മേൽ ഒരു കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് താലൂക്കിലേക്ക് അയക്കുകയും അത് താലൂക്കിൽ നിന്ന് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയാണ് അതിൻ്റെ മാനദണ്ഡം. ഇനി എന്താണ് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ? പ്രധാനമായിട്ടും 4 മാനദണ്ഡങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ EWS സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ളത്. അത് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, കുടുംബത്തിൻ്റെ ആകെ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ കവിയരുത്. കുടുംബത്തിൻ്റെ കയ്യിലുള്ള ആകെ കൃഷിഭൂമി
5 ഏക്കറിൽ കൂടരുത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ വീട് അതിൻ്റെ വിസ്തൃതി 1000 സ്ക്വയർ ഫീറ്റിൽ കൂടരുത് എന്നുള്ളതാണ്. മറ്റൊരു മാനദണ്ഡം നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. അത് പഞ്ചായത്ത് പ്രദേശങ്ങളിൽ ഹൗസ് പ്ലോട്ട് 4.16 സെൻറ്റിൽ കൂടരുത് എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപ് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി പരിഗണിച്ച് കോടതി പുതിയ ഉത്തരവിറക്കിയിട്ടുണ്ട്. അതിന് പ്രകാരം നിലവിൽ കൃഷിഭൂമിയിൽ വീട് വെച്ച് താമസിക്കുന്ന ആളുകളുടെ വീട് 1000 സ്ക്വയർ ഫീറ്റിൽ അധികരിക്കുന്നില്ല എങ്കിൽ ആ വീടിൻ്റെ അളവ് കണക്കാക്കി പ്ലിന്ത് ഏരിയയും സെറ്റ് ബാക്ക് ഏരിയയും കണക്കാക്കിക്കൊണ്ട് EW സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണമെന്നുള്ളതാണ് സർക്കാരിൻ്റെ പുതിയ ഉത്തരവ്. അപ്പോൾ അത് പ്രകാരം EW സർട്ടിഫിക്കറ്റ്, കേന്ദ്ര ആവശ്യങ്ങൾക്കുള്ള EW സർട്ടിഫിക്കറ്റ് നമുക്ക് അർഹതപ്പെട്ടവർക്ക് ലഭിക്കുന്നത് ഇന്ന് വളരെ പ്രായോഗികമായിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ EW സർട്ടിഫിക്കറ്റിൻ്റെ സാധ്യതകൾ വളരെ കൃത്യമായിട്ട് വിനിയോഗിക്കാൻ പരിശ്രമിക്കണം എന്ന കാര്യം സ്നേഹത്തോടു കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ സംവരണത്തിൻ്റെ മറ്റ് മാനദണ്ഡങ്ങൾ, പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ നിർവചനം സംസ്ഥാന സർക്കാരിൻ്റെ EW സംവരണത്തിൻ്റെ അതേ മാനദണ്ഡം തന്നെയാണ്. അപേക്ഷിക്കുന്ന വ്യക്തി, വ്യക്തിയുടെ മാതാപിതാക്കൾ, ജീവിത പങ്കാളി, 18 വയസ്സിന് താഴെയുള്ള സഹോദരങ്ങൾ, മക്കൾ എന്നിവരെയാണ് കുടുംബത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതല്ലാതെ അപേക്ഷിക്കുന്ന വ്യക്തിയുടെ വല്യപ്പച്ചനോ വല്യമ്മച്ചയോ, അപ്പൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളോ സഹോദരിമാരോ അല്ലെങ്കിൽ കൂട്ടുകുടുംബമാണെങ്കിൽ അതൊന്നുമോ ഇതിനെ ബാധിക്കുന്ന കാര്യമല്ല. അതോടൊപ്പം ഒരു കാര്യവും കൂടി ശ്രദ്ധിക്കേണ്ടത്, ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ ഈ സംവരണം ലഭിക്കില്ല എന്ന്. അങ്ങനെയല്ല. ഇതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് സംസ്ഥാന EWSന് 4 ലക്ഷം രൂപയിൽ വരുമാനം കൂടരുത് എന്നും കേന്ദ്ര EWSന് 8 ലക്ഷം രൂപയിൽ വരുമാനം കൂടരുത് എന്നുള്ളതുമാണ്. അതുകൊണ്ട് നമ്മുടെ വരുമാന പരിധികൾ ഈ മാനദണ്ഡങ്ങൾക്ക് ഉപരിയാകുന്നില്ല എങ്കിൽ നമുക്ക് EW സംവരണത്തിന് അർഹതയുണ്ട് എന്നുള്ള കാര്യവും കൂടി ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. EW സംവരണത്തിന് അപേക്ഷ നൽകാൻ ചെല്ലുമ്പോൾ ചിലപ്പോഴെങ്കിലും ചില വില്ലേജ് ഓഫീസർമാരുടെ, ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ നമ്മളെ നിരാശപ്പെടുത്തുന്നുണ്ട് എന്നുള്ള പരാതികൾ ലഭിക്കുന്നുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഒരു അവകാശത്തിന് വേണ്ടി നമ്മൾ എത്രമാത്രം അവകാശം നേടിയെടുക്കാൻ വേണ്ടി അധ്വാനിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സംവരണം 2019 നടപ്പിലാകുന്ന സമയത്ത് EW സർട്ടിഫിക്കറ്റ് ലഭിക്കാനുണ്ടായിരുന്ന ബുദ്ധിമുട്ട് ഇന്ന് ഇല്ല എന്നുള്ളതാണ് വസ്തുത. നിയമം നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ഈ സംവരണം? ഈ സംവരണത്തിൻ്റെ മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ്? ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് ഈ കൃത്യമായിട്ടുള്ള ബോധ്യത്തോടു കൂടെ ആയിരിക്കണം നമ്മൾ EW സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാനായി വില്ലേജ് ഓഫീസിൽ ചെല്ലേണ്ടത്. പ്രത്യേകിച്ചൊരു നിയമം നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഒരപേക്ഷ സമർപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ അപേക്ഷ ഫയലിൽ സ്വീകരിച്ചു എന്നതിന് തെളിവായി റെസിപ്റ്റ് അവർ തരേണ്ടതുണ്ട്. അപ്പോൾ ആ റെസിപ്റ്റ് ചോദിച്ച് മേടിക്കാൻ മറക്കരുത്. അപേക്ഷ സ്വീകരിച്ച് 7 മുതൽ 10 ദിവസത്തിനുള്ളിൽ അതിന്മേൽ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചിരിക്കണം എന്നുള്ളതാണ് നിയമം. അപ്പോൾ അതുകൊണ്ട് ഈ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളുടെ ശ്രദ്ധയിലുണ്ടാകണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ EW സംവരണം സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങൾ ആരെങ്കിലും നേരിടുന്നുണ്ട് എങ്കിൽ നമ്മളുടെ വിവിധ രൂപതകളിൽ ഇതിന് സഹായം നൽകുന്നതിനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. താമരശ്ശേരി രൂപതയിൽ എയ്ഡർ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഈ സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ എല്ലാവർക്കും അർഹതപ്പെട്ടവർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഒരു ഹെൽപ്പ് ഡെസ്ക് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. www.eiderfoundation.org എന്ന വെബ്സൈറ്റിൽ EW സംവരണവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനും അപേക്ഷ സമർപ്പിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഫോമുകളുടെ PDF ഫയലും നമുക്ക് അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്ത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം ചങ്ങനാശ്ശേരി രൂപതയിൽ കാർപ്പ് എന്ന പേരിൽ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നു. തൃശ്ശൂർ രൂപതയിൽ അതിരൂപത ഫെസിലിറ്റേഷൻ സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. ഇരിങ്ങാലക്കുട രൂപതയിൽ സഹൃദയ ലൂമൻ അക്കാദമി പ്രവർത്തിക്കുന്നുണ്ട്. മാനന്തവാടി രൂപതയിൽ ഫെഡാർ ഫൗണ്ടേഷൻ ഇതിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റെല്ലാ രൂപതകളിലും നമ്മളുടെ സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ
മൈനോറിറ്റി സംവരണ വിഭാഗങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ഇടവക തലത്തിലും രൂപതാ തലത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. KCYM എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനത്തിലൂടെ ഈ സംവരണത്തിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ സംവിധാനങ്ങളുടെ സഹായം തേടാവുന്നതാണ്. പ്രത്യേകിച്ച് താമരശ്ശേരി രൂപതയിൽ എയ്ഡർ ഫൗണ്ടേഷൻ ആഴ്ചയിലെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 4 മണി വരെ നിങ്ങളെ സഹായിക്കുവാനായി ഹെൽപ്പ് ഡെസ്കിൻ്റെ ഓഫീസിൻ്റെ സംവിധാനങ്ങൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയുടെ ചുവടെ ചേർക്കുന്നതാണ്. നന്ദി.